പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ മനോഹരമായൊരു കഥയുണ്ട്. അതൊരു ചെറുപ്പക്കാരൻ ഗരീസീം മലയുടെ മുകളിൽ കയറിയെന്ന് നാട്ടുകാരോട് പറഞ്ഞ കഥയാണ്. ആ നാട്ടുകാരോട് അവൻ കഥ പറയുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. അതാണ് യോദ്ധാം പറഞ്ഞ കഥ. ആ കഥ നമ്മൾ കേൾക്കുമ്പോൾ ആ കഥ എങ്ങനെയുണ്ടായി എന്ന് ചിന്തിക്കണം. അബീമേലെക്ക് എന്ന ഒരു പ്രമാണി തൻ്റെ കുടുംബത്തെ 70 പേരെയും ഒരു പാറമേൽ വെച്ച് കഴുത്ത് കടിച്ച് കൊന്നുകളഞ്ഞാണ്. അങ്ങനെ കൊന്നുകളഞ്ഞപ്പോൾ അവിടെ കൊല്ലപ്പെടാനിരിക്കാൻ ഒളിച്ചിരുന്നു കൊണ്ട് സ്വന്തം ജീവൻ സംരക്ഷിച്ച യോദ്ധാമാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കുന്നിൻ്റെ മുകളിൽ കയറിയെന്ന് നാട്ടുകാരെ വിളിച്ച് പറഞ്ഞൊരു കഥയാണ്. ആ കഥ മരങ്ങളുടെ രാജാവിൻ്റെ കഥയാണ്. പഴങ്ങൾ കൊടുക്കുന്ന മരങ്ങളോട് പറഞ്ഞു, എണ്ണ കൊടുക്കുന്ന ഒലിവിനോട് പറഞ്ഞു. അവരെല്ലാം പിന്മാറി. അവസാനം രാജാവായത് ബൈബിളുകൾ വായിക്കുന്നു മുൾച്ചെടിയാണ്. ഈ കഥ നമുക്കൊക്കെ വായിക്കുമ്പോൾ തോന്നുന്ന അത്ഭുതകരമായ കഥയാണ്, നല്ല കഥയാണ്. ആ കഥ ഉണ്ടായതെങ്ങനെയാണ്? ഒരു ചെറുപ്പക്കാരനെ കൊല്ലാതിരുന്നത് ഒളിച്ചിരുന്ന് കൊണ്ട് മാത്രമായതുകൊണ്ട് ജീവൻ രക്ഷിക്കപ്പെടാൻ. ഇത് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ എന്താണുള്ളത്? എൻ്റെ കുടുംബത്തിലെ 70 പേരെയും കൊന്നൊരു മനുഷ്യൻ രാജാവായിരിക്കുകയാണ്. അവനോട് എന്ത് പ്രതികാരവും ചെയ്യാൻ രക്തം തിളയ്ക്കുന്ന സ്വന്തം മനസ്സ് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ് അവൻ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയല്ല ചെയ്തത്, ഒരു കഥ പറയുകയാണ് ചെയ്തത്. ആ കഥയാണ് മരണമില്ലാത്ത കഥയായി മാറിയത്. ആ കഥയാണ് ബൈബിളിലെ വേദപുസ്തകത്തിൻ്റെ ഭാഗമായി മാറിയത്. മരങ്ങളുടെ രാജാവിനെ തിരഞ്ഞെടുത്ത കഥ. ഒലിവ് മരമല്ല രാജാവാവാൻ തീരുമാനിച്ചത്, അത്തിമരവുമല്ല, മുന്തിരിയുമല്ല. അവർക്ക് ഞങ്ങൾ പഴങ്ങൾ കൊടുക്കുകയും മനുഷ്യ എണ്ണ കൊടുക്കുകയും ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ പണിയായിട്ട് അവസാനം തീരുമാനിച്ചത് ഒരു മുൾച്ചെടിയാണ് രാജാവായത്. അത് സമൂഹത്തെക്കുറിച്ച്, ബോധമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് പറയും. നാട്ടുകാരോടാണ്, നിങ്ങളാണ് ഇയാളെ രാജാവാക്കിയത്, നിങ്ങൾ ഈ രാജാവ് ആരാണെന്ന് നിങ്ങൾ അറിയുമോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കഥ പറയാൻ പഠിക്കുക, കഥ ഉണ്ടാക്കാൻ പഠിക്കുക. ഇത് അഗ്നിപർവ്വതമാണ് അക്ഷരങ്ങളായി, ഭാഷയായി, കഥയായി പുറത്തേക്ക് ഇറങ്ങിയത്. മനസ്സിലെ അഗ്നിപർവ്വതത്തെ കഥയാക്കാൻ കഴിയുമ്പോഴാണ് ഒരു സാഹിത്യകാരൻ ജനിക്കുന്നത്. ആ സാഹിത്യമാണ് പലപ്പോഴും വെളിപാടായി മാറുന്നത്. മനുഷ്യന് ജീവിതം മുഴുവൻ അവനെ പഠിപ്പിക്കുന്ന മനോഹരമായ വെളിപാടുണ്ടാകുന്നത് സാഹിത്യത്തിൽ നിന്നാണ്. ഈ സാഹിത്യം ജനിക്കുന്നത് അഗ്നിപർവ്വതങ്ങളെ ഭാഷയാക്കി മാറ്റുന്ന വലിയൊരു കർമ്മത്തിലാണ്. അതൊരു സൃഷ്ടികർമ്മമാണ്. അവൻ്റെ എല്ലാ വേദനയും എല്ലാ ദുഃഖവും ഒരു കഥയാക്കി മാറ്റിയപ്പോൾ അവനാണ് സാഹിത്യകാരൻ. ഈ സാഹിത്യ അഭിരുചി എല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട്. അത് വളർത്താനും കഥ പറയാനും കഥയുണ്ടാക്കാനും കഥയാകാനും എല്ലാവർക്കും കഴിയുമാറാകട്ടെ.